ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ജു. ഓക്കെ, നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ. ഓക്കെ, ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ഫാൻസി വർക്കൗട്ടുകൾ കാണാൻ സാധിക്കും അല്ലേ? സോ അങ്ങനെയുള്ള ഫാൻസി വർക്കൗട്ടുകൾക്ക് പിന്നാലെ പോകാണ്ട് ബേസിക് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്ത് ശീലിക്കാം. ഫോർ എക്സാമ്പിൾ ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് പ്രസ്, സ്കോട്ട് അങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്ത് ശീലിക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മാർക്കറ്റുകളിൽ ഇഷ്ടംപോലെ സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് അങ്ങനെയുള്ള സപ്ലിമെന്റ്സിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. പിന്നെ ഒരു 3-4 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം ഒരു കോച്ചിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്തുമായിക്കോട്ടെ, വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, എന്ത് ഗോൾ ആയാലും അതിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ഡയറ്റിനെ പിന്നാലെ പോകാതിരിക്കുക. കീറ്റോ അങ്ങനെയുള്ള ഒരുപാട് ക്രാഷ് ഡയറ്റുകൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡയറ്റുകൾക്ക് പിന്നാലെ പോവുകയും ചെയ്യരുത്. അത് ഒരിക്കലും നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കില്ല. ഓക്കെ, അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മീൽ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ പ്രോപ്പറായിട്ട് പ്രോട്ടീന്, ഫൈബർ, കാർബ്സ്, ഫാറ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. സോ നിങ്ങളുടെ ജേർണി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അഥവാ ഇതിനു മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് നോക്കി കിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. സോ സ്റ്റേ ഹെൽത്തി. താങ്ക് യു.